ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിന് എന്തൊക്കെ സാധനം ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് മാംഗോ എടുക്കുക, പിന്നെ പൈനാപ്പിൾ, 3 ബനാന. ഇത്രയും സാധനം ഒരു പ്ലേറ്റിൽ വെക്കുക. ഞാൻ 3 ബനാന, 1 മാംഗോ, 1 പൈനാപ്പിളാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പാലെടുക്കുക, 3-4 ബിസ്ക്കറ്റ് എടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പഴം ഇടുമ്പോൾ ഇതായിട്ട് ഇടണം, ഇങ്ങനെ രണ്ടാക്കി ഇടണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക്. ഇത് ഞാൻ തന്നെ കേട്ടോ ചെയ്യുന്നത്, ഒറ്റ കയ്യിലാണ് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അധികം സൗണ്ട് കിട്ടാത്ത കാരണമാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ച് ഇടാവുള്ളൂ, നോർമലി ഇടരുത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അരയാൻ കുറച്ച് പാടായിരിക്കും. അത് കാരണം അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം എനിക്ക് അരയ്ക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ചിക്കനെ കൊണ്ടാണ് അരപ്പിക്കുന്നത്. എനിക്ക് പേടിയാണ് അരയ്ക്കാൻ, എനിക്കറിയാനും പാടില്ല. ഞാൻ ഇതുവരെ അരച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം. ഞാൻ അടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഓർത്തത്, ഏലക്ക ഇടാൻ മറന്നല്ലോ, പഞ്ചസാര ഏലക്കയൊക്കെ ഇടാൻ മറന്നല്ലോ എന്ന് ഓർത്തു. ഏലക്ക ഇട്ടു, 2 ഏലക്ക ഇട്ടു. 3-4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 4-3 ടീസ്പൂണാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ഓർക്കുന്നത് ഇത് നല്ല രീതിയിൽ അരഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ വീണ്ടും ഞങ്ങൾ അതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കുകയാണ്. പിന്നെ ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റിയ റെസിപ്പി ഒന്നും കമൻറ്റ് ബോക്സിലിടാം. ഇത് ഞാൻ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, ഒന്നുകൂടി കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറുകിയെന്ന് വെള്ളം പോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതിന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം. അതാണ് അടുത്തത്, ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കാം. ഞാൻ കാലൊക്കെ കൊണ്ടാണ് ഫ്രിഡ്ജ് തുറക്കുന്നത്. വെച്ചു. ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ നേരത്തെങ്കിലും വെക്കണം. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം എന്തൊക്കെ സാധനമൊക്കെ വേണമെന്ന്. ക്ലിയർ ആയില്ലെങ്കിൽ ഞാനിടാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ടെങ്കിലും ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നതിന് വരേക്കും